Hi friends, welcome to my YouTube channel. നമ്മൾ ഇന്ന് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് പേപ്പറിലുള്ള യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതിലുള്ള ആദ്യത്തെ പ്രോസ് വർക്ക് അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. സോ നമുക്കിന്ന് ആ ഒരു പ്രോസ് വർക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ റസ്കിൻ ബോണ്ട് 1934 അദ്ദേഹം ജനിക്കുന്നത്. ഹീസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദർ എയർഫോഴ്സിലുള്ള ഒരു ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ദ റൂം ഓൺ ദ റൂഫ്. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ ദ റൂം ഓൺ ദ റൂഫ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിൽഡ്രൻസ് ബുക്ക് എന്ന് പറയുന്നത് ദ ആംഗ്രി റിവർ. ഓക്കെ, ദ ആംഗ്രി റിവർ. ആൻഡ് 1992 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായിട്ടുള്ള അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ എന്ന് പറയുന്ന വർക്കിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ആൻഡ് 1999 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നു. ഓക്കെ. സോ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീ നമുക്കറിയാം, ആൽമരം. അഡ്വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് സാഹസികതകൾ, ആൽമരത്തിലുള്ള സാഹസികതകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ. സോ ഇതിൽ ആദ്യം നേച്ചർ ഇസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. സോ നേച്ചർ, പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യരെങ്ങനെയാണ്? പ്രകൃതിയുമായി രമ്യതയിലായിരിക്കണം. എന്ന് വെച്ചാൽ പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മനുഷ്യർ ജീവിക്കണം. ബീയിങ് വൺ വിത്ത് നേച്ചർ is always mesmerizing. Have you ever got a chance to spend your leisure time with nature? So, നേച്ചറുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നേച്ചറുമായിട്ട് പ്രകൃതിയിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അവധിക്കാലം, നിങ്ങളുടെ ഇടവേളകൾ, നിങ്ങളുടെ ലെഷർ ടൈം നിങ്ങൾക്ക് നേച്ചറുമായിട്ട് ചിലവഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Let's read how a boy experienced and blended with the essence of nature. So നമുക്കിവിടെ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് നമുക്കിവിടെ വായിക്കാം. എന്താണ് ആ കുട്ടി എങ്ങനെയാണ് നേച്ചറുമായിട്ട് വളരെയധികം സന്തോഷത്തിൽ രമ്യതയിൽ ജീവിച്ചത്, നേച്ചറുമായിട്ടുള്ള ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ. സോ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. So, though the house and grounds of our home in India were grandfather's domain. So, നമുക്കറിയാം ഇവിടെ ഒരു ബോയുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ ദ നറേറ്റർ, ഈ കുട്ടി പറയാണ്, ആ വീട്ടിലുള്ള, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീട്ടിലെ ഹൗസും ഗ്രൗണ്ട്സും എന്ന് വെച്ചാൽ ഫുൾ എല്ലാം എങ്ങനെയാണ്? ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ, അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗ്രാൻഡ് ഫാദർ. അത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏരിയ ആണ് ഫുള്ള്. ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. പക്ഷേ ഒന്നൊഴിച്ച്, ആ വീട്ടിലുള്ള ഒന്നൊഴിച്ച് ബാക്കി എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റേതാണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ ഏരിയയിൽ പെട്ടതാണ്. പക്ഷേ ആ ഒരു ബനിയൻ ട്രീ, മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ, ആ ആൽമരം മാത്രം എൻ്റേതാണ്, വാസ് മൈൻ. ചീഫ്ലി ബിക്കോസ്, അതിനുള്ള കാരണം എന്താണ്? ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എത്രയാണ്? 65. ഈ ഒരു ഏജിൽ ഗ്രാൻഡ് ഫാദറിന് ആ ഒരു മരം, ആൽമരം കയറാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഗ്രാൻഡ് ഫാദർ ആ ഏരിയയിലോട്ട് കടക്കാത്തത്. ബാക്കി ആ വീടിൻ്റെ പ്രദേശവും എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ കൺട്രോളിലാണ്. ഓക്കെ. So grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. Okay, so grandmother used to tease him. Tease him means കളിയാക്കുക. ഗ്രാൻഡ് എപ്പോഴും എങ്ങനെയാണ്? മുത്തശ്ശനെ കളിയാക്കാറുണ്ട്, ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. എന്താണ്?
She would speak of a certain Countess of Desmond, an English woman who lived to the age of 117. 117 വർഷം ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമൺ, എ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ആ ലേഡിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ഓക്കെ, ഗ്രാൻഡ് മദർ എപ്പോഴും ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിനെ കുറിച്ച് പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. ഈ ഒരു ലേഡി 117 ഇയേഴ്സ് ജീവിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രാൻഡ് മദർ പറയുന്നു, കളിയാക്കുന്ന രീതി പറയാണ്, ഷീ വുഡ് ഹാവ് ലിവ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫോളൻ വൈൽ ക്ലൈംബിങ് എൻ ആപ്പിൾ ട്രീ. ഒരു ആപ്പിൾ ട്രീയിൽ വലിഞ്ഞു കയറിയാണ് ഈ ഒരു സ്ത്രീ, ഈ ഒരു ലേഡി ഇംഗ്ലീഷ് വുമൺ മരിച്ചതെന്നാണ് പറയുന്നത്. ആൻഡ് വുഡ് ഹാവ്, അതിൽ കയറാതിരുന്നുവെങ്കിൽ ഷീ വുഡ് ഹാവ് ലിവ് ലോങ്ങർ. ഷീ വുഡ് ഹാവ് ലിവ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫോളൻ. ഓക്കെ, ഒരു ആപ്പിൾ ട്രീയിൽ കയറുന്ന വഴി ഈ ലേഡി വീഴുന്നു മരിക്കുകയാണ്. ഓക്കെ, ഷീ വാസ് അറ്റ് ദ ഏജ് ഓഫ് 117 ദെൻ. 117 വയസ്സുള്ള കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് അവരൊരു ആപ്പിൾ ട്രീയിൽ വലിഞ്ഞ് കയറിയുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, അതിൽ നിന്ന് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞ് ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹീ ഈസ് നൗ 65. ഓക്കെ, അപ്പോൾ ഈ ആൽമരത്തിലൊന്നും കയറാതിരുന്നാൽ കുറച്ചു കാലം കൂടെ ജീവിക്കാം എന്നുള്ള രീതിയിൽ കളിയാക്കി പറയുകയാണ്. ഓക്കെ, the spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. So, ഈ banyan tree യുടെ branches, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. ഈ banyan tree യുടെ branches എങ്ങനെയാണ്, അതിങ്ങനെ എന്താണ് താഴോട്ട് വരുന്നു, പിന്നെയും റൂട്ട് വരുന്നു, അത് ഇങ്ങനെ ആർച്ചസ് പോലെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ ആ ഒരു കാഴ്ചയും അതിൽ കളിക്കുന്നതും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. സോ ഈ ട്രീ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ ഒരു വീടിനേക്കാളും പ്രായമുള്ളതാണ്, ഗ്രാൻഡ് ഫാദറിനേക്കാളും പ്രായമുള്ളതാണ്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ. ഡെറ ആ ടൗണിൻ്റെ അത്രയും തന്നെ പ്രായമുള്ള ഒരു ട്രീ ആണ് ഈ ബനിയൻ ട്രീ. ഇനി ഡെറ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണ്, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. സോ ആ ഒരു ബനിയൻ ട്രീ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന് മുന്നേ അവിടെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ട്രീ ആണ്. ഓക്കെ, ആ ഡെറ ടൗണിനോടൊപ്പം തന്നെ പ്രായമുള്ള ഒരു ട്രീ ആണ് ഈ ബനിയൻ ട്രീ. ഓക്കെ, ദെൻ മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. So, എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്? മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. ഒരു സ്ക്യൂറൽ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ, അതിൻ്റെ മൂവ്മെൻറ്റ് പറയുകയാണ്. ആർച്ചിങ് ഹിസ് ബാക്ക്, പൊങ്ങി, സ്നിഫിംഗ് ഇൻ ടു ദ എയർ, ചെറുതായിട്ട് ഇങ്ങനെ മണപ്പിച്ചിരിക്കില്ലേ. He seemed at first to resent my invasion of his privacy. സോ ഈ ആൽമരത്തിൽ ഞാൻ ഇൻവേഷൻ, എൻ്റെ അതിക്രമണം അല്ലെങ്കിൽ ഞാൻ ആക്രമിച്ച് കയറുന്നതായിട്ട് അതിന് തോന്നിയിട്ടുണ്ടാവാം. സോ ആദ്യം എൻ്റെ ആ ഒരു വരവ് ആ ഒരു സ്ക്യൂറലിന് അത്ര ഇഷ്ടമായിട്ടില്ല. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റപ്പിൾട്ട് കവണ or air gun, he became friendlier. സോ ഞാൻ അതിനെ ഉപദ്രവിക്കാനല്ല പോകുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ ഒരു സ്ക്യൂറൽ എന്നോട് വളരെയധികം ഫ്രണ്ട്ലിയറായി മാറി. ഓക്കെ, സോ ഞാൻ അതിനെ ഉപദ്രവിക്കാനല്ല പോകുന്നത്, അതിനെ ഒരു തരത്തിലും എൻ്റെ ആ ഒരു കടന്നുകയറ്റം ആ ഒരു സ്ക്യൂറലിന് ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി that squirrel became friendlier with this boy. Okay, and when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. So, ആദ്യം എങ്ങനെയാണ് അത് വളരെയധികം എന്താണ് ഈ
ഇയാൾ ഈ കുട്ടി കയറി അതിക്രമിച്ച് കടന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ പിന്നീട് ഫ്രണ്ട്ലി ആയി. ആൻഡ് പിന്നീട് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ പീസസ് ഒക്കെ കൊടുത്തപ്പോൾ അത് കുറച്ചുകൂടെ വളരെയധികം എങ്ങനെയാണ് വളരെയധികം പരിചയക്കാരോട് പെരുമാറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന്, ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. കേക്കും ബിസ്ക്കറ്റും പോലുള്ള ആഹാര പദാർത്ഥങ്ങളെല്ലാം അത് കഴിക്കാൻ തുടങ്ങി. ഓക്കെ. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. So before long, കുറേ കഴിയുന്നതിന് മുൻപ്, വളരെ പെട്ടെന്ന് തന്നെ, he was delving into my pockets and helping himself to whatever he could find. So പിന്നീട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു അപരിചിതത്വമൊക്കെ മാറി എന്നോട് പെട്ടെന്ന് തന്നെ അടുക്കാൻ തുടങ്ങി. എൻ്റെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കി, അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എൻ്റെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കാൻ തുടങ്ങി. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ. അതൊരു പ്രായം ഒരു യങ് ആയിട്ടുള്ള സ്ക്യൂറലാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് ഓഫ് ഹ്യൂമൻ. ആ ഒരു സ്ക്യൂറലിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ചിലപ്പോൾ ഈ സ്ക്യൂറൽ, ഈ യങ് സ്ക്യൂറൽ ഹെഡ് സ്ട്രോങ് എന്ന് വെച്ചാൽ വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, ഫൂളിഷ് ആയിട്ടുള്ള, ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ആയിട്ടുള്ളൊരു സ്ക്യൂറലാണ്. ബിക്കോസ് ഹി ട്രസ്റ്റഡ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പാകത്തിൽ മണ്ടനായിട്ടുള്ള ഒരു സ്ക്യൂറലായിട്ട് അതിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചിലപ്പോൾ ഈ സ്ക്യൂറലിനെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവാം. ഓക്കെ. സോ ഇൻ ദ സ്പ്രിംഗ്, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. So spring season ആവുമ്പോഴേക്കും ബനിയൻ ട്രീയിൽ നിറച്ച് was full of small red figs. അതിലുള്ള കായകൾ. Birds of all kinds would flock into its branches. So ഈ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ബനിയൻ ട്രീസ് നിറച്ച് ഫിക്സ്, ആ കായകളെ പറയാണ് റെഡ് ഫിക്സ്. ആൻഡ് ആ സമയത്ത് ഈ ബനിയൻ ട്രീയിൽ നിറച്ച് ബേർഡ്സ്, പലതരത്തിലുള്ള ബേർഡ്സ് കൂട്ടം കൂടി അതിൻ്റെ ബ്രാഞ്ചസിൽ വന്നിരിക്കും. ഓക്കെ. ആ ബേർഡ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ചിലച്ചിരിക്കുന്നത് പറയുന്നു. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. എപ്പോഴും ബേർഡ്സിൻ്റെ ആ ഒരു ചിലപ്പ് ആ ഒരു ബ്രാഞ്ചസിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ ഈ പലതരത്തിലുള്ള ബേർഡ്സിനെ കുറിച്ച് പറയുകയാണിതിൽ. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. സോ ഫിഗ് സീസൺ, ആ ഒരു സ്പ്രിംഗ് സീസൺ ടൈമിൽ ഏറ്റവും കൂടുതൽ നോയ്സിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ബനിയൻ ട്രീ നിൽക്കുന്ന ആ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഈ ബേർഡ്സിൻ്റെ ആ ഒരു ചിലയ്ക്കുന്ന ശബ്ദം, അതിനെയാണ് പറയുന്നത്. ഓക്കെ. ഹാഫ് വേ അപ്പ് ദ ട്രീ, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. So, ഹാഫ് വേ അപ്പ് ദ ട്രീ, ഞാൻ ട്രീയുടെ പകുതി പൊക്കത്തിൽ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. ആ ട്രീയുടെ മുകളിലായിട്ട്, കുറച്ച് മുകളിലായിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ ഞാൻ കെട്ടിയിട്ടുണ്ട്. സോ ആഫ്റ്റർനൂൺസിൽ എനിക്കവിടെ ഇരിക്കാം. വലിയ ചൂടൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഐ വിൽ റീഡ് ബുക്സ്. പലതരത്തിലുള്ള ബുക്സ് ഞാൻ വായിക്കും. ഡ്രോയിങ് റൂമിൽ നിന്നൊക്കെ കുഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ വെച്ച് ഞാൻ വളരെ സുഖകരമായിട്ടുള്ള രീതിയിലിരുന്ന് ഞാൻ ബുക്സ് വായിക്കും. ഏതൊക്കെ തരത്തിലുള്ള ബുക്സാണ്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, ദെൻ എഡ്ഗർ റൈസ് ബറോസിൻ്റെ നോവൽസ്, അതുപോലെ ലൂയിസ മേ ആൽക്കട്ടിൻ്റെ വർക്ക്സ്. ഇങ്ങനെ പലതരത്തിലുള്ള ബുക്സ് ഞാൻ വായിക്കാറുണ്ട്. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother,
or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually, nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. So, എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കില്ല. ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബോറടിക്കുകയാണെങ്കിൽ താഴെയുള്ള ലോകം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ എങ്ങനെയാണ് ഗ്രാൻഡ് മദർ കുക്കിനോട് കോറൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്രൂട്ട് വെൻഡറിനോട് സംസാരിക്കുന്നതോ അങ്ങനെയുള്ള കാഴ്ചകൾ. ഗ്രാൻഡ് ഫാദർ ചിലപ്പം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡൻ, അവരുടെ ഇംഗ്ലീഷ് ഡിസെൻറ്റിനെ കുറിച്ച് പറയുകയാണ്. ഇംഗ്ലീഷ് ഗാർഡനിൽ ഇന്ത്യൻ മാരിഗോൾഡ് വളരുന്നതിനെക്കുറിച്ച് ഗ്രംബിൾ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴോട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. സോ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. ഓക്കെ, മിക്കവാറും എങ്ങനെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മിക്കവാറും നടക്കാറില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. പക്ഷേ ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ഞാൻ ഇതുപോലെ ആ ബനിയൻ ട്രീയിൽ പോയി ആ പ്ലാറ്റ്ഫോമിൽ കയറി വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് ആ സമ്മർ സീസൺ ആ സമ്മർ ടൈം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്നതായിട്ട് ഒരു ഇൻസിഡൻറ്റ് നടന്നു. എന്തായിരുന്നു അത്? ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ while I sat directly above them in the banyan tree. അത് ഏതായിരുന്നു സമയം? ആ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നൽകിയ ആ ഒരു കാഴ്ച എന്തായിരുന്നു? എ മംഗൂസ് ആൻഡ് എ കോബ്ര, ഒരു കീരിയും പാമ്പും, ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ while I sat directly above them in the banyan tree. സോ താഴെ ഞാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഗാർഡനിൽ ഒരു പാമ്പും കീരിയും തമ്മിലുള്ള ഫൈറ്റ്. ആൻഡ് ഞാൻ ഇതെല്ലാം ആ ബനിയൻ ട്രീയിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. സോ അതൊരു ഏപ്രിൽ ടൈമായിരുന്നു, ഏപ്രിൽ ആഫ്റ്റർനൂൺ. അപ്പോൾ സമ്മർ സീസണാണ്. എല്ലാവർക്കും എങ്ങനെയാണ് ആ ഒരു സമ്മർ സീസൺ എത്താവുന്ന ആ ഒരു വാം ബ്രീസസ്, അതൊക്കെ കാരണം എല്ലാവരും തന്നെ അകത്തായിരുന്നു. എല്ലാവരും ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാവരും വീടിനകത്തായിരുന്നു. ഓക്കെ, I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. So ഞാനാണെങ്കിൽ എങ്ങനെയാണ്, നെറേറ്റർ പറയുകയാണ്, ഞാൻ വളരെയധികം ഡ്രൗസി ആയിട്ട് ഫീൽ ചെയ്യുന്നു. സോ ഞാൻ ഹൗസിന് പുറകിലുള്ള ഒരു ചെറിയ പോണ്ടുണ്ട്, അവിടേക്ക് ഒന്ന് സ്വിം ചെയ്യാനായിട്ട് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഓക്കെ, ആൻഡ് ആ സമയത്താണ് ഞാൻ പെട്ടെന്നൊരു വലിയ ബ്ലാക്ക് കോബ്ര, ഒരു പാമ്പിനെ കണ്ടത്. എങ്ങനെയാണ് ആ കാക്ടസ് ചെടികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഗാർഡനിലുള്ളൊരു തണുത്ത പ്രദേശം തേടി പോവുമായിരുന്നു ഇത്. ആൻഡ് അതേ സമയം തന്നെയാണ് അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen, ആ കീരിയെ ഞാൻ സ്ഥിരമായിട്ട് ആ ഗാർഡനിൽ കാണാറുണ്ട്. ആ ഒരു മംഗൂസും അതേ സമയത്ത് തന്നെയാണ് ആ ബുഷസിൽ നിന്ന് കോബ്രയുടെ നേരെ ഒരു പേടിയില്ലാതെ ഡയറക്റ്റായിട്ട് പോവുകയാണ്. ഓക്കെ, ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ in bright sunshine they came face to face. So in a clearing beneath the tree, ഈ ട്രീയുടെ താഴെയായിട്ട്, ക്ലിയറിംഗ് മീൻസ് മറ്റ് ചെടികളൊന്നും ഇല്ലാത്തൊരു ഓപ്പൺ സ്പേസ്. in a clearing beneath the tree in bright sunshine they came face to face. ആ ഒരു സ്ഥലത്ത് വെച്ച് രണ്ടുപേരും, they means both mongoose and cobra, മംഗൂസും കോബ്രയും ഫേസ് ടു ഫേസ് വരെയാണ്. ഓക്കെ, Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom.
സോ കോബ്രയ്ക്ക് അറിയാമായിരുന്നു ഈ ഒരു ഗ്രേ മങ്കൂസ് 3 feet അടിയുള്ള ആ ഒരു ഗ്രേ മങ്കൂസ് അതൊരു സൂപ്പർബ് ഫൈറ്ററാണ്, വളരെ ക്ലെവറാണ്, വളരെ അഗ്രസീവായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മങ്കൂസാണിതെന്ന് കോബ്രയ്ക്ക് അറിയാമായിരുന്നു. അതേസമയം കോബ്രയും അത്ര ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു. സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ, വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കോബ്രയായിരുന്നു. ആൻഡ് ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. And the sacs behind his long, sharp fangs were full of deadly venom. So, ഈ കോബ്രയ്ക്കും എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗതയിൽ മൂവ് ചെയ്യാനുള്ള കെൽപ്പുള്ള കോബ്രയായിരുന്നു അത്. അതിൻ്റെ ഷാർപ്പ് ഫാങ്സ്, ആ പല്ലുകൾക്ക് പുറകിലുള്ള സാക്സിൽ എങ്ങനെയാണ് ഡെഡ്ലി വെനം, ഭയങ്കര വിഷമാണ്. ഓക്കെ, ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. സോ അത് ആര് തമ്മിലുള്ള ബാറ്റിലാണ്? 2 ചാമ്പ്യൻസിൻ്റെ ബാറ്റിലാണത്. ബാറ്റിൽ ഓഫ് മംഗൂസ് ആൻഡ് കോബ്ര. ഹിസ്സിങ് ഡിഫയൻസ്, ഹിസ് forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. So, hissing ആ ഒരു സൗണ്ടിനെ പറയുകയാണ്. സ്നേക്കിൻ്റെ ആ ഒരു ശബ്ദത്തിനെ പറയുകയാണ്. ഓണമറ്റോപിക് വേർഡാണ് ഹിസ്സിങ്. ആ സൗണ്ടിനെ പറയുന്നതാണ്. ഓക്കെ, ഹിസ്സിങ് ഡിഫയൻസ്. സോ ആ എതിർത്ത് നിൽക്കാൻ വേണ്ടി ഹിസ് ഫോഴ്സ്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അതിൻ്റെ ആ ഒരു നാക്ക് ഫോക്ഡ്, 2 നിൽക്കുന്ന ആ ഒരു ടങ് ഇങ്ങനെ പുറത്തേക്കും അകത്തേക്കും ഇട്ടുകൊണ്ട് ദ കോബ്ര റേസ് 3 of his 6 feet off the ground and spread his broad spectacled hood. അതെങ്ങനെയാണ്? പത്തി ഉയർത്തി വളരെയധികം എതിർക്കാൻ കെൽപ്പുള്ള ഒരു ചാമ്പ്യനായിട്ട്, അല്ലെങ്കിൽ എതിർക്കാൻ കെൽപ്പുള്ള ഒരു ഫൈറ്ററായിട്ട് പത്തിയൊക്കെ ഉയർത്തി അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, the mongoose bushed his tail. The long hair on his spine stood up. So മങ്കൂസും എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അതും അതിൻ്റെ ടെയിലൊക്കെ ഇട്ട് bushed his tail means എന്താണ്? അതും ഇതിനെ എതിർക്കാനായിട്ട് വളരെയധികം എങ്ങനെയാണ് ഈ കോബ്രയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് വളരെയധികം റെഡി ആയിട്ട് അത് നിൽക്കുകയാണ്. അതിൻ്റെ സ്പൈനിലുള്ള ആ ഹെയർ, ലോങ് ഹെയർ അതിനെ മുൻപും സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഹെയറിൻ്റെ തിക്നെസ് കാരണം എങ്ങനെയാണ് നേരത്തെ തന്നെ വളരെ സീരിയസ്, ബാക്കിയുള്ളവർക്ക് കടിയേറ്റാൽ വളരെ സീരിയസ് ആകാവുന്ന തരത്തിലുള്ള കടികൾ ഇതിനേറ്റിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അതിനെ രക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ ഈ തിക്ക് ഹെയർ ആണ്. ഓക്കെ, though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. So ഈ 2 കോമ്പാറ്റൻസ് എന്താണ്? ഈ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഈ കോബ്രയും മങ്കൂസും എൻ്റെ പ്രസൻസ് അറിഞ്ഞില്ല. ദേ വെർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ബനിയൻ ട്രീ. അവർക്ക് തൊട്ട് മുകളിലായി ഞാൻ നിന്ന് ഈ കാഴ്ചയെല്ലാം വീക്ഷിക്കുകയാണ് എന്നവർ മനസ്സിലാക്കിയില്ല. ബട്ട് they soon became aware of the arrival of 2 other spectators. മറ്റ് 2 കാഴ്ചക്കാരെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. എന്ന് വെച്ചാൽ ഇവരെ നോക്കിക്കൊണ്ട് മറ്റ് 2 കാഴ്ചക്കാർ വരുന്നത്, അവിടെ വീക്ഷിക്കുന്നത്, ഇവരെ വീക്ഷിച്ചുകൊണ്ട് മറ്റ് 2 പേരവിടെ ഉള്ളത് ഇവർ അറിഞ്ഞു. ആരൊക്കെയാണ്? One was a myna and the other a jungle crow, not the wily urban crow. So മറ്റ് 2 കാഴ്ചക്കാരുണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഒരു മൈന, മറ്റൊന്ന് ഒരു ജംഗിൾ ക്രോ. സോ ഇതിലെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇറ്റ് വാസ് നോട്ട് ദ വൈലി urban crow, ട്രിക്കി ആയിട്ടുള്ളൊരു urban crow അല്ല, ഇതൊരു ജംഗിൾ ക്രോ ആണ്. They had seen these preparations for battle and had settled on the cactus to watch the outcome. So ഇവർ ഈ ഒരു പ്രിപ്പറേഷൻസ്, ഈ കോബ്രയും മങ്കൂസുമായിട്ടുള്ള ബാറ്റിലിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻസ് ഇവർ കണ്ടു. ഈ 2 പേരും മൈനയും ക്രോയും കണ്ടു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? കാക്ടസിൻ്റെ അവിടേക്ക് ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട്, ഈ ഫൈറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, all would have been well with both of them. സോ അവർ ഈ ഒരു 2 പേരും തമ്മിലുള്ള എന്താണ് ഫൈറ്റ് കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വായിക്കാം. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, അവർ കണ്ടുകൊണ്ട് മാത്രം ഇരുന്നുവെങ്കിൽ
all would have been well with both of them. രണ്ടുപേർക്കും അത് നല്ലതായിരുന്നേനെ. പക്ഷെ എന്ത് സംഭവിക്കുന്നു? The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. കോബ്ര എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. എന്നിട്ട് മംഗൂസ് എങ്ങനെയാണ് മംഗൂസിനെ തെറ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പക്ഷേ ഈ സ്നേക്കിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് അത് എങ്ങനെയാണ് മംഗൂസിനറിയാം കോബ്രയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അത് ചിലപ്പോൾ ഇതിനെ പരാജയപ്പെടുത്താനായിട്ട് കാരണമാകും. എന്ന് വെച്ചാൽ അത് മെസ്മറൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോബ്രയെ ഫേസ് ചെയ്താൽ കോബ്രയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഇറ്റ് വിൽ സംടൈംസ് മെസ്മറൈസ് ദ മംഗൂസ് ആൻഡ് സോ ദാറ്റ് ഇറ്റ് വിൽ മേക്ക് എ ഫാൾസ് മൂവ്. അപ്പോൾ തെറ്റായൊരു മൂവ്മെൻറ്റ് നടത്താതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കണ്ണുകളിൽ നോക്കി മയങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഈ കോബ്രയുടെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാനായിട്ട് മംഗൂസ് പ്രത്യേകം ശ്രദ്ധിച്ചു. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. So അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നതിന് പകരം ഈ മംഗൂസ് എന്ത് ചെയ്യുന്നു? കോബ്രയുടെ ആ പത്തിക്ക് തൊട്ട് താഴെ at a point just below the cobra's hood and opened the attack. So അങ്ങോട്ട് പോരാടാനായിട്ട് കോബ്രയെ നേരിടാൻ റെഡിയായിട്ട് മംഗൂസ് നിൽക്കുന്നു. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. So moving forward quickly until he was just within the cobra's reach, he made a feint to one side. So മുന്നോട്ട് പെട്ടെന്ന് എന്താണ് മംഗൂസ് മുന്നോട്ട് പെട്ടെന്ന് പോവുകയാണ്. കോബ്രയുടെ തൊട്ട് മുന്നിൽ എത്തിയിട്ട് ഒരു സൈഡിലേക്ക് പോകുന്നത് പോലെ മംഗൂസ് കാണിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. സോ ഈ മംഗൂസ് ഈ കീരി പോകുന്ന ആ ഭാഗത്തേക്ക് കോബ്ര എന്ത് ചെയ്യുന്നു? സ്ട്രക്ക് ചെയ്യുന്നു. പക്ഷേ ഹിസ് ഗ്രേറ്റ് ഹുഡ് came down so swiftly that I thought nothing could save the mongoose. So ഈ മംഗൂസ് പോകാൻ പോയ ആ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ മംഗൂസ് എന്ത് ചെയ്യുന്നു? ഈ കീരി വളരെ വേഗത്തിൽ കോബ്രയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് കോബ്ര അതിൻ്റെ പത്തി കൊണ്ട് ആഞ്ഞ് കൊത്താനായി പോകുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ നറേറ്റർ ആ ബനിയൻ ട്രീയിൽ മുകളിലിരുന്ന് എല്ലാം വീക്ഷിക്കുകയാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നറേറ്റർ വിചാരിക്കുന്നു ഈ മംഗൂസിനെ ഇനി ഒന്നിനും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല, കോബ്രയുടെ കടി കൊണ്ട് ഇപ്പം തീരും. ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ് and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പക്ഷേ ഈ മംഗൂസ് എന്ത് ചെയ്യുന്നു? മറ്റൊരു സൈഡിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്വിഫ്റ്റായിട്ട് ഈ കോബ്ര കൊത്താൻ വന്നപ്പോഴേക്കും ആ വശത്തേക്ക് കോബ്ര കുത്തുന്ന വശത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു വശത്തേക്ക് ചാടി. എന്നിട്ട് ഈ സ്നേക്കിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു കടിയും കൊടുത്തു. എന്നിട്ട് ഈ കോബ്രയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അകന്നു പോയി. സോ കോബ്രയ്ക്ക് എന്താണ് തിരിച്ച് ഇതിനെ പ്രതികരിക്കാനുള്ള സമയം പോലും മംഗൂസ് നൽകിയില്ല. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. So കോബ്ര മംഗൂസിന് നേരെ സ്ട്രക്ക് ചെയ്ത അതേ സമയം തന്നെ ഈ ക്രോയും മൈനയും എന്ത് ദേ ഹേൾ ദംസെൽസ് അറ്റ് ഹിം. രണ്ടുപേരും എടുത്ത് ചാടുകയാണ് ഈ കോബ്രയ്ക്ക് നേരെ. ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. എന്നിട്ട് എന്താണ് അവരവിടെ നിന്ന് വീണ്ടും തിരിച്ച് അതേപോലെ തന്നെ കാക്ടസ് പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഷ്രീക്കിംഗ് വിളിച്ചുകൊണ്ട് തിരിച്ച് വീണ്ടും അതേ പൊസിഷനിലേക്ക് നേരത്തെ ഇരുന്ന അതേ പൊസിഷനിലേക്ക് അവർ മൂവ് ചെയ്യുകയാണ്. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit.
Again, the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. So, ഈ കോബ്രയ്ക്ക് മംഗൂസിൻ്റെ അറ്റാക്ക് കാരണം ചെറുതായിട്ട് രക്തം വന്നു. ആൻഡ് വീണ്ടും കോബ്ര എന്ത് ചെയ്യുന്നു? മംഗൂസിന് നേരെ സ്ട്രക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? വീണ്ടും അഗൈൻ ഇറ്റ് മിസ്ഡ്. വീണ്ടും മംഗൂസ് രക്ഷപ്പെട്ടു പോവുകയാണ്. ഓക്കെ. ആൻഡ് അഗൈൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. അതേസമയം കോബ്ര മംഗൂസിനെ കഴിക്കാൻ വേണ്ടി നോക്കുന്നു. മംഗൂസ് മറ്റൊരു സൈഡിലേക്ക് പോകുന്നു. വീണ്ടും മംഗൂസ് എന്ത് ചെയ്യുന്നു? കോബ്രയ്ക്ക് നേരെ വരുന്നു. കോബ്രയെ വീണ്ടും കടിക്കുന്നു. ആൻഡ് ഇതേ സമയം നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രവൃത്തി വീണ്ടും നടക്കുകയാണ്. എന്താണ്? സ്പെക്ടേറ്റേഴ്സ് ആയിരുന്ന ആ രണ്ട് ബേർഡ്സ്, മൈനയും ക്രോയും, രണ്ട് വീണ്ടും അതേപോലെ തന്നെ സ്നേക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. വീണ്ടും നേരത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു, തിരിച്ച് വീണ്ടും കാക്ടസ് പ്ലാന്റിൻ്റെ സേഫ്റ്റിയിലേക്ക്, ആ ഒരു സേഫ് പൊസിഷനിലേക്ക് വീണ്ടും പോകുന്നു. The third round followed the same course as the first, but with one dramatic difference. മൂന്നാമത്തെ പ്രാവശ്യവും ഇതേപോലെ തന്നെ സെയിം, ആദ്യത്തെ 2 പ്രാവശ്യം നടന്ന അതേ രീതിയിൽ തന്നെ വീണ്ടും നടക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഒരു കാര്യം മാത്രം ചേഞ്ച് ചെയ്യുന്നു. എന്താണ്? The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in midair and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും സെയിം പ്രൊസീജിയേഴ്സൊക്കെ സെയിം തന്നെയാണ് നടക്കുന്നത്. 2 ബേർഡ്സും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നു. ക്രോയും മൈനയും വീണ്ടും അതേപോലെ തന്നെ കാക്ടസ് പ്ലാന്റിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഈ സ്നേക്കിൻ്റെ നേരെ, കോബ്രയ്ക്ക് നേരെ പോകുന്നു. എന്ത് സംഭവിക്കുന്നു? പക്ഷേ അവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നില്ല. പകരം എന്ത് സംഭവിക്കുന്നു? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി. മൈന പെട്ടെന്ന് തന്നെ എന്താണ് സേഫ് പൊസിഷനിലേക്ക് പോകുന്നു. പക്ഷേ ഈ ക്രോയിന് എന്ത് സംഭവിക്കുന്നു? രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല. അതേ മൊമെൻറ്റിൽ തന്നെ കോബ്ര ഇതിന് നേരെ ഭയങ്കര ഫോഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ഈ ക്രോയുടെ നേരെ വരുന്നു. അതിന് നല്ല രീതിയിൽ കോബ്രയുടെ അറ്റാക്ക് ലഭിക്കുന്നു. ആൻഡ് അത് കാരണം എന്ത് ചെയ്യുന്നു? ക്രോയുടെ ബോഡി എന്ത് സംഭവിക്കുന്നു? ഐ സോ ദ ബേർഡ് flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. So, ഈ ബേർഡ് ക്രോ എന്ത് ചെയ്യുന്നു? ഒരു 20 ഫീറ്റ് ദൂരെ പോയി വീഴുന്നു ഗാർഡനിൽ. അവിടെ കുറച്ച് നേരം ചിറകിട്ടൊക്കെ അടിച്ചുകൊണ്ട് ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ ഇറ്റ് ലേ സ്റ്റിൽ, ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്നു. ആ ബേർഡ് ചത്തുപോയി. മൈന എന്ത് ചെയ്യുന്നു? ഇതിന് ശേഷം വളരെ സേഫ് ആയിട്ടുള്ള എന്താണ് കാക്ടസ് പ്ലാന്റിൻ്റെ അവിടെ വളരെ സേഫായിട്ട് ഇനിയും ഇതിൽ ഇടപെട്ടാൽ ശരിയാവുമോ ഇല്ലയോ, ശരിയാവില്ല എന്നുള്ള ചിന്തയിൽ അങ്ങനെ ഇരിക്കുന്നു. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even collided itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. So, ഇവിടെ എന്ത് സംഭവിക്കുന്നു? കോബ്ര വളരെയധികം വീക്കണിങ് ആവുകയാണ്. കോബ്ര വളരെയധികം ക്ഷീണിച്ച് വരികയാണ്. മംഗൂസ് എന്ത് ചെയ്യുന്നു? ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. മംഗൂസിന് ഇതിനെ ഒരു പേടിയുമില്ല. മംഗൂസ് അതിൻ്റെ അടുത്തേക്ക് ധൈര്യത്തോടു കൂടി പോവുകയാണ്. ആൻഡ് പെട്ടെന്ന് തന്നെ മംഗൂസിൻ്റെ അറ്റാക്ക് സ്നേക്കിനെ വളരെയധികം എന്താണ് വീക്കൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അത് ഭയങ്കരമായിട്ട് അതിന് എങ്ങനെയാണ് മംഗൂസിനോട് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം എല്ലാം ബട്ട് ഓൾ ടു നോ അവൈൽ, എല്ലാം വിഫലമായി പോവുകയാണ്. അതിന് ഒരു തരത്തിലും മംഗൂസിന് നേരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. The little fellow hung grimly on until the snake had ceased to struggle. സ്നേക്കിൻ്റെ ആ ഒരു എന്താണ് ഇതിന് മംഗൂസിനെതിരെ പോരാടാനുള്ള ആ ഒരു ഇത് കുറഞ്ഞു വരുന്നു. ആൻഡ് മംഗൂസ് എന്ത് ചെയ്യുന്നു? He then smelt along its curing length and gripping it round the hood, dragged it into the bushes.
The myna dropped cautiously to the... So, മംഗൂസിന് മനസ്സിലായി സ്നേക്ക് കോബ്രയുടെ എല്ലാ സ്ട്രഗിളും കഴിഞ്ഞു, അത് ചത്തുപോയിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യുന്നു, ഹൂഡിൽ പിടിച്ച് അതിൻ്റെ പത്തിയിൽ വലിച്ചുകൊണ്ട് ബുഷസിൻ്റെ അടുത്തേക്ക് മംഗൂസ് കൊണ്ടുപോകുന്നു. സ്നേക്കിൻ്റെ ബോഡി, ആ ഒരു നീളമുള്ള ആ ഒരു ശരീരം എന്ത് ചെയ്യുന്നു, അതിനെ വലിച്ചുകൊണ്ട് ബുഷസിൻ്റെ അടുത്തേക്ക് ബുഷസിലേക്ക് അതിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് മൈന ഇതെല്ലാം കണ്ട് അവിടെ വളരെ സേഫായിരിക്കുകയാണ്. ഈ സമയം പതുക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. So, മൈന എങ്ങനെയാണ് വളരെ കോഷ്യസ് ആയിട്ട്, വളരെ ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി പതുക്കെ ആ ബുഷസിൽ അതിനിടയിലോട്ട് ഇങ്ങനെ എത്തി നോക്കുന്നു. ആൻഡ് ഒരു ചെറിയ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, മംഗൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. He had never tried taming it because wild mongoose was more useful than a domesticated one. So, ഞാനും മറ്റൊരാളും ഇതെല്ലാം കണ്ടുകൊണ്ട് ബനിയൻ ട്രീയുടെ മുകളിൽ ഇരിപ്പുണ്ട്. ആരാണത്? നമ്മുടെ നറേറ്റർ. സോ അദ്ദേഹം ഇതെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞ് മംഗൂസ് വിജയിച്ച് സ്നേക്കിനെയും കൊണ്ട് പോയതിന് ശേഷം പതുക്കെ ഞാനും താഴോട്ടിറങ്ങി വീട്ടിലേക്ക് പോയി. ആൻഡ് ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ, ഞാൻ കണ്ട ആ ഒരു പോരാട്ടം, കോബ്രയും മംഗൂസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ആൻഡ് ഗ്രാൻഡ് ഫാദർ വളരെയധികം ഹാപ്പിയായി. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. മംഗൂസ് ഈ ഒരു പോരാട്ടത്തിൽ ജയിച്ചു എന്നറിഞ്ഞതിൽ ഗ്രാൻഡ് ഫാദറും സന്തോഷിച്ചു. കാരണം എന്താണ്? സ്നേക്കിൻ്റെ ശല്യം വീട്ടിലുണ്ടാവില്ല. ഓക്കെ. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. So, അദ്ദേഹവും ഈ മംഗൂസ് ആ വീടിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നതിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. ബിക്കോസ് സ്നേക്സിൻ്റെ ശല്യം ആ വീട്ടിലുണ്ടാവില്ല. ഓക്കെ. ഈ മംഗൂസ് സ്നേക്സിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അതിനെ പരാജയപ്പെടുത്തി അതിനെ കടിച്ചു കൊല്ലുന്നു. സോ ആ ഒരു രീതിയിൽ അതിനെ അവിടെ എന്താണ്, ആ വീട്ടിൽ തന്നെ ആ വീട്ടിൻ്റെ പരിസരത്ത് താമസിക്കുന്നതിൽ അതിനെ എൻകറേജ് ചെയ്യുന്നു. വീട്ടിൽ കിച്ചണിലുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഫീഡ് ചെയ്യുന്നു. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ്. ആ മംഗൂസിന് എന്താണ്, ടേം ചെയ്യാനായിട്ട് ഗ്രാൻഡ് ഫാദർ ശ്രമിക്കുന്നില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ടേം ചെയ്യുന്ന ഒരു മംഗൂസിനേക്കാളും വൈൽഡ് മംഗൂസാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ. ഇങ്ങനെ സ്നേക്കിനെ കടിച്ചു പറിക്കാനും അതിനൊക്കെ കുറച്ചുകൂടെ യൂസ്ഫുൾ എന്താണ്, വൈൽഡ് മംഗൂസ്. ഓക്കെ. Banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. സോ ബനിയൻ ട്രീയിൽ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉച്ച സമയത്തൊക്കെ പോയി ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാറുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മിക്കവാറും ഈ മംഗൂസിനെ എങ്ങനെയാണ് പട്രോളിങ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ എന്ന് വെച്ചാൽ ഗാർഡനെ സുരക്ഷിതമാക്കി, ആരിൽ നിന്ന്, സ്നേക്സിൽ നിന്ന് സുരക്ഷിതമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണാറുണ്ട്. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് എൻ എഗ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പൗൾട്രി ഹൗസ്. സോ ഒരു ദിവസം അതിൻ്റെ വായിൽ ഞാനൊരു എഗ്ഗ് കണ്ടു. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്താണ്, ഇത് മിക്കവാറും പൗൾട്രി ഹൗസിൽ നിന്ന് മുട്ടകളൊക്കെ മോഷ്ടിക്കാറുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ഹി ഹാഡ് ഇൻ ഹാം ദ ബേർഡ്സ്. പക്ഷെ അത് ഒരിക്കലും അവിടെയുള്ള ബേർഡ്സിനെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. സോ ഗ്രാൻഡ് മദർ വുഡ് forgive him for stealing as long as he kept the snakes away from the house. എനിക്കറിയാം ഗ്രാൻഡ് മദറും മിക്കവാറും ഇതിനോട് ക്ഷമിക്കും. ബിക്കോസ് അത് എന്താണ്, സ്നേക്സിനെ ഒന്നും വീടിനടുത്തേക്ക് എത്താനായിട്ട് അനുവദിക്കുന്നില്ല. സോ ഏതുവരേക്കും സ്നേക്സിൽ നിന്ന് വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുവരേക്കും ഗ്രാൻഡ് മദറും ഇതിനോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. So ഈ ബനിയൻ ട്രീ ഇത് മാത്രമല്ല, ബനിയൻ ട്രീയിലിരുന്ന് ഞാൻ മംഗൂസിൻ്റെയും കോബ്രയുടെയും ഫൈറ്റ് മാത്രമല്ല കണ്ടത്, പക്ഷെ ബനിയൻ ട്രീ മറ്റൊരു കാര്യത്തിനും കൂടെ സെറ്റിംഗ് ആയിട്ടുണ്ട്. എന്താണ്, ഏത് കാര്യത്തിനാണ്? സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്യൂറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്.
വൈറ്റ് റാറ്റും ഗ്രേ സ്ക്യൂറലും ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളൊരു സ്ട്രേഞ്ച് കേസ്, ആ ഒരു കേസിൻ്റെ സെറ്റിംഗ് കൂടെ ബനിയൻ ട്രീ ആയിട്ടുണ്ട്. എന്താണതെന്ന് നമുക്ക് നോക്കാം. The white rat was grandfather's. He had bought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old tree. So, ഈ വൈറ്റ് റാറ്റ് ഗ്രാൻഡ്ഫാദറിൻ്റേതാണ്. ഗ്രാൻഡ്ഫാദർ 4 അണയ്ക്ക് ബാസാറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ വൈറ്റ് റാറ്റിനെ. പക്ഷെ ഞാൻ മിക്കവാറും ഈ വൈറ്റ് റാറ്റിനെ എന്നോടൊപ്പം ബനിയൻ ട്രീയിൽ ഞാൻ ഇരിക്കാൻ പോകുമ്പോൾ എന്നോടൊപ്പം ഈ വൈറ്റ് റാറ്റിനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഈ വൈറ്റ് റാറ്റ് ആ ബനിയൻ ട്രീയുടെ റൂട്ട്സിലും ബ്രാഞ്ചസിലും ഒക്കെ കളിച്ചുകൊണ്ട് നടക്കും. ബനിയൻ ട്രീ വെർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്യൂറൽസ്. സോ ഈ ബനിയൻ ട്രീയിൽ വെച്ച് എന്താണ് ഈ വൈറ്റ് റാറ്റ് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. ആരുമായിട്ട്? ഒരു സ്ക്യൂറൽ, ആ ബനിയൻ ട്രീയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്യൂറലുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. They would go off together on little excursions among the branches. So they means the white rat and grey squirrel. ഈ റാറ്റും സ്ക്യൂറലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ എക്സ്കർഷനൊക്കെ പോകാറുണ്ട് ഈ ബ്രാഞ്ചസിനിടയിൽ കൂടെ. ഓക്കെ. Then the squirrel started building a nest. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. So ഈ പെട്ടെന്ന് ഈ സ്ക്യൂറൽ എന്ത് ചെയ്യുന്നു, ഒരു നെസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ആദ്യം ഇത് എവിടെയാണ് ഈ നെസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയത്? എൻ്റെ പോക്കറ്റ്സിലാണ്. ഞാൻ വീട്ടിനകത്ത് പോയി എൻ്റെ ഡ്രസ്സൊക്കെ മാറുമ്പോൾ പോക്കറ്റിൽ നിന്ന് എന്താണ് ഈ കൂടുണ്ടാക്കാൻ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോയും ഗ്രാസും ഒക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് വീഴുന്നത് ഞാൻ കാണുന്നു. Then one day grandmother's knitting was missing. We hunted for it everywhere but without success. സോ ഒരു ദിവസം ഗ്രാൻഡ് മദർ തയ്ക്കാൻ യൂസ് ചെയ്യുന്ന നീഡിലും ആ നൂലും എല്ലാം മിസ്സിങ് ആണ്. സോ നമ്മളെ അതെല്ലായിടും നോക്കി, പക്ഷെ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. സോ അടുത്ത ദിവസം ഞാൻ ഈ ബനിയൻ ട്രീയുടെ ഒരു ഹോളിൽ ഞാൻ എന്തോ ഇങ്ങനെ തിളങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാനത് അന്വേഷിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്തായിരുന്നു അത്? ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് നീഡിലായിരുന്നു. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ് ആൻഡ് amongst the wool were 3 baby squirrels, all of them white. സോ ഞാനിത് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചപ്പോൾ എന്തായിരുന്നു, ആ ഹോൾ നിറച്ച് ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതെല്ലാമാണ്. ആൻഡ് ആ ഊളിനിടയിൽ എങ്ങനെയാണ് 3 baby squirrels, all of them white. സോ ഈ കുഞ്ഞുങ്ങളെ ഈ നെസ്റ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ബേബി സ്ക്യൂറൽസിന് റെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. അതായത് ഈ സ്ക്യൂറൽ എന്തിനാണ്? ഇതിന് വേണ്ടിയിട്ടാണ് സ്ക്യൂറൽ എല്ലായിടവും ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് നടന്നത്. ഓക്കെ. അവസാനം ഗ്രാൻഡ് മദറിൻ്റെ ആ നിറ്റിംഗ് മെറ്റീരിയൽസൊക്കെ മോഷ്ടിച്ച് അതിനെല്ലാം കൊണ്ട് ഈ ബനിയൻ ട്രീയുടെ ആ ഹോളിൽ വെച്ചിട്ടാണ് അവിടെയാണ് ഈ ബേബി സ്ക്യൂറൽസ് ഉള്ളതിപ്പോൾ എല്ലാം. പക്ഷേ സ്ട്രേഞ്ച് കാര്യം എന്താണ്? ഓൾ ഓഫ് ദെം വൈറ്റ്. ബേബി സ്ക്യൂറൽസ് എല്ലാം തന്നെ വൈറ്റ് ആണ്. Grandfather had never seen white squirrels before, and we gazed at them in wonder. Grandfather ഇതേവരെ വൈറ്റ് സ്ക്യൂറൽസിനെ കണ്ടിട്ടില്ല. സോ ഞങ്ങൾ എല്ലാവരും തന്നെ അതിനെ വളരെയധികം അതിശയത്തോടു കൂടി നോക്കി. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, Grandfather told me that the rat must be the father. So ഞങ്ങൾ വളരെയധികം പസിൽഡ് ആയിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു, ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളർ, ഈ സ്ക്യൂറൽസിൻ്റെ കളർ. പക്ഷേ ഞാൻ ഈ വൈറ്റ് റാറ്റ് എന്നോടൊപ്പം മിക്കവാറും ട്രീയിലോട്ട് വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ അപ്പോൾ പറഞ്ഞു, ഈ മിസ്റ്ററി ഗ്രാൻഡ് ഫാദറാണ് സോൾവ് ചെയ്തത്. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ദറ്റ് മീൻസ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ ഓഫ് ദറ്റ് white squirrels. Okay. Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring. In this case, white squirrels. So,
ഗ്രാൻഡ് എന്നോട് പറഞ്ഞു എന്താണ്, റാറ്റ് ആയിരിക്കും ഈ വൈറ്റ് സ്ക്യൂറൽസിൻ്റെ ഫാദർ, ബിക്കോസ് റാറ്റ്സും സ്ക്യൂറൽസിനും തമ്മിൽ ഇണചേരാനായിട്ട് സാധിക്കും. ദേ വർ റിലേറ്റഡ് ടു ഈച്ച് അതർ. സോ അതുകൊണ്ട് അവർക്ക് ഓഫ് സ്പ്രിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻ ദിസ് കേസ് ഇവിടെ ഓഫ് സ്പ്രിങ് എന്താണ്, വൈറ്റ് സ്ക്യൂറൽസ്. സോ the rat must be the father of those white squirrels. സോ ഇതാണ് ഈ ഒരു അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ആ ഒരു ബോയുടെ അഡ്വെഞ്ചേഴ്സ്, ആ ബനിയൻ ട്രീയിലുള്ള സാഹസികതകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് വളരെയധികം എന്താണ് സീരിയസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് കാണുന്നു താഴെ ബിറ്റ്വീൻ കോബ്ര ആൻഡ് ദ മങ്കൂസ്. പിന്നെ മറ്റൊരു സ്ട്രേഞ്ച് കേസിനും സെറ്റിംഗ് ആവുന്നു ഈ ബനിയൻ ട്രീ. എന്താണ്, സ്ട്രേഞ്ച് കേസ് ഓഫ് എ ഗ്രേ സ്ക്യൂറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. അവർക്ക് ഒരു എന്താണ് 3 വൈറ്റ് സ്ക്യൂറൽസ് വരുന്നത്. അതിൻ്റെ എങ്ങനെയാണ് ആ മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. Okay, so I hope you understand this. Thank you so much.